ശ്രീ VPP മുസ്തഫ, ഇന്നിപ്പോൾ CPM-നകത്ത് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നതായി കേൾക്കുന്നു. കാരണം അവിടെ ഒരു സ്വതന്ത്രനെ മാത്രമേ ഇനി പരീക്ഷിക്കാൻ പാടുള്ളൂ. നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അപ്രായോഗികമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിയെന്ന് ചിലരെങ്കിലും പറയുന്നു. M. സുരാജിന് താല്പര്യമില്ലായിരുന്നിട്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്നുള്ള വിലയിരുത്തലുമുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥ പരാജയ കാരണങ്ങളെന്ന വിലയിരുത്തലിലേക്ക് CPM ശരിക്ക് കടന്നു? CPIM-ൽ ഒരു തരത്തിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് രണ്ടഭിപ്രായമില്ല. കാരണം അങ്ങനെ രണ്ടഭിപ്രായങ്ങൾ പറയാനുള്ള ഏതെങ്കിലും ഒരു വേദി രൂപപ്പെട്ടിട്ടില്ലല്ലോ. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമോ ഒക്കെ ചേരണം. അവിടെ ചേരുമ്പോഴാണല്ലോ സഖാക്കൾ അവരുടെ വേദിയിൽ അവർക്കുള്ള പാർട്ടി ഫോറത്തിൽ അഭിപ്രായം പറയുക. അപ്പോഴല്ലേ നമുക്ക് അവിടെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കഴിയുക. അപ്പോൾ അങ്ങനെ ഔപചാരികമായിട്ടുള്ള ഒരു പാർട്ടി യോഗവും ചേർന്നിട്ടില്ല ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം. അതുകൊണ്ട് രണ്ടഭിപ്രായം ഉണ്ടായി എന്നൊക്കെയുള്ളത് വ്യാഖ്യാനം മാത്രമാണ്. കാരണം അഭിപ്രായം തന്നെ അങ്ങനെ രൂപപ്പെടുത്താനുള്ള ഒരു പാർട്ടി യോഗവും ചേർന്നിട്ടില്ല. എന്നാൽ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥിയും കൂടിയായിട്ടുള്ള സഖാവ് സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ചില നിരീക്ഷണങ്ങൾ പ്രാഥമികമായി ഈ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രസ്താവന സ്മൃതി കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാകും. സഖാവ് ഗോവിന്ദ മാഷ പ്രസ്താവന എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അതിൽ പാർട്ടി നടത്തേണ്ട ഒരു സ്വയം വിമർശനം എന്നുള്ള നിലയിൽ അത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പാർട്ടിക്ക് വരേണ്ടുന്നതായ കുറച്ച് വോട്ടുകൾ പോയിട്ടുണ്ട്, അത് അൻവർ പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അൻവറിന് കിട്ടിയ വോട്ടിൽ CPIM-ന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളുമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാകെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ വോട്ടുകളാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആവില്ല. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഭരണത്തിൻ്റെ ഒരു മികവും ദേശീയവും അന്തർദേശീയവുമായ വിഷയങ്ങളിലൊക്കെ CPIM ഇടതുപക്ഷം കൈക്കൊള്ളുന്ന നിലപാടിനോടുള്ള ഒരു ആനുകൂല്യവും വെച്ച് ഞങ്ങൾക്ക് വരേണ്ടിയിരുന്ന വോട്ടുകളാണ്. പക്ഷെ അത് ആ നിലയിൽ ഞങ്ങൾക്ക് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള പോരായ്മയുണ്ട്. CPM-ന്റെ വോട്ടുകൾ പോയി എന്ന് പറയുമ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസ്യതയുള്ളതാണ്. അൻവർ പറഞ്ഞതിൽ എന്തോ ഉണ്ട്, അതിലൊരു സത്യമുണ്ട്, ശരിയുണ്ട് എന്ന തോന്നലായിരിക്കുമല്ലോ CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന ആ വോട്ടുകൾ അൻവറിലേക്ക് പോയത്. അത് നിങ്ങൾ പരിശോധിക്കുമോ? സ്മൃതി അങ്ങനെ ലളിതമായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല, ഉയർന്ന ചിന്താബോധമുള്ള ഒരാളാണ്. അൻവറിന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഈ 4 വർത്തമാനം കൊണ്ടാണോ വോട്ട് കിട്ടിയത്? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ 22 ദിവസത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടണം, എനിക്ക് വനം വകുപ്പ് കിട്ടണം, ഞാൻ MLA എന്നുള്ള നിലയിൽ ഇതാ ഇപ്പോൾ നാളെ തൊട്ട് 1000 ആളുമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള അൻവറിന്റെ വർത്തമാനം കേട്ടിട്ടാണ് ഈ വോട്ടുകൾ കിട്ടിയത് എന്ന് തോന്നുന്നുണ്ടോ? സ്മൃതിയെ പോലെ ഉന്നതമായി ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, അൻവർ 10 വർഷമായിട്ട്, 10 വർഷമല്ല കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ അതിനു മുമ്പുള്ള 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലമായി ഇടതുപക്ഷവുമായി സഹകരിച്ച് നിൽക്കുന്നയാൾ, അതിൽ 10 വർഷം 9 വർഷം ഇടതുപക്ഷത്തിനോടൊപ്പം MLA ആയിരുന്നയാൾ. അതിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആ നിലപാടുകളെ ഏറ്റവും ശക്തമായിട്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ സാധാരണ ഈ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കടന്നൽ കൂട് തന്നെ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നവർ എന്നുള്ള നിലയിൽ അൻവറിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ടാകും. അത് അൻവർ ഇപ്പോൾ എന്തെങ്കിലും ഈ ഭരണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടുള്ള കാര്യമല്ല. ഈ പറഞ്ഞൊരു പശ്ചാത്തലമാണ്, അൻവർ നിന്നിട്ടുള്ള ഒരു സാഹചര്യവും പശ്ചാത്തലവുമാണ് അതിന് കാരണമായിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാകുന്ന ഒരാൾ തന്നെയാണ് സ്മൃതി. പിന്നെ ഈ ചർച്ചയ്ക്ക് എന്തായാലും സ്മൃതിയുടെ ഒരു സ്വഭാവം വെച്ച് ഇടതുപക്ഷത്തെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അതിൽ അങ്ങനെ ഒരു ലക്ഷ്യവുമില്ല. നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതാണ് ചോദിച്ചതും. കാരണം അവിടെ RSS-ഉം ഇവിടെ സംസ്ഥാന പോലീസും തമ്മിലുള്ള ബന്ധം, ADGP-യും RSS നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച, അതിൽ വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല എന്നും പോലീസിനകത്ത് RSS ഉണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങളും അതിന് കൃത്യമായി മറുപടി കിട്ടിയാത്ത സാഹചര്യം ഇവിടെയുണ്ട്. അതിനിടയ്ക്കാണ് അപ്പുറത്ത് CPM നടത്തുന്ന പ്രചാരണം ഏത് രൂപത്തിലാണ് എന്നുള്ളൊരു വിഷയം വരുന്നത്. അതിൽ BJP-യുടെ പ്രചാരണവും BJP പറയുന്നതും CPM പറയുന്നതും ഒന്നാണ് എന്ന വ്യാഖ്യാനവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. കാരണം ജമാഅത്തെ നിങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്ന ജമാഅത്തെ ഇസ്ലാമി പിന്നീട് അത് വെൽഫെയർ പാർട്ടി ആയപ്പോൾ 2019 മുതൽ UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വരുന്നു.
പറയുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു, നേരത്തെയുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അപ്പോഴൊന്നും പറയാത്ത കാര്യം നിലമ്പൂരിൽ നിങ്ങൾ ഒന്നുകൂടി ശക്തമായി ഒരു ഉറച്ച് അതിൽ തന്നെ നിന്നുകൊണ്ട് പ്രചാരണം നടത്തിയത്. അത് തന്നെ അവിടെ നിന്ന് BJP-യിൽ നിന്നും കേൾക്കുകയുണ്ടായത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്വരം എന്ന രൂപത്തിലുള്ള വിമർശനം വരുന്നത്. അതിനുള്ള മറുപടിയുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്ന് ആരുടെ സ്വരമാണ് ഒരേ സ്വരത്തിൽ വന്നത് എന്നറിയാത്തൊരു മാധ്യമപ്രവർത്തകയല്ല നിങ്ങൾ. ഇന്നത്തെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ആരുടെ സ്വരങ്ങളാണ് ഒരേ ഈണത്തിലും താളത്തിലുമുള്ളത്, അതിനെക്കുറിച്ച് എന്ന് പരാമർശിക്കാതെ ഈ പഴയ ഏതോ ചില സംഗതികൾ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്വരമല്ലേ ഒരുപോലെയൊക്കെ ഇരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമം എന്തൊരു വൃഥാവിലുള്ള പരിശ്രമമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്ത് ഭരണവിരുദ്ധ വികാരമാണുള്ളത്? അൻവർ പറഞ്ഞ ഏതെങ്കിലും ഒരു പോലീസ് വിമർശനത്തിന്റെ പേരിലാണോ അവിടെ ഇപ്പോൾ വോട്ടുകൾ അവിടെ ഈ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ അവിടെ ഇടതുപക്ഷം തോറ്റമ്പണ്ടേ? രാഹുൽ ഗാന്ധി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തിന് 99,000 വോട്ട് ലഭിച്ചു. അന്ന് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 41,000 വോട്ടാണ്. അതിന് തൊട്ടുപുറകെ 6 മാസം കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത് 95,000 വോട്ടാണ്. അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ ലഭിച്ചത് 29,900 വോട്ടാണ്. നിങ്ങൾ നോക്കൂ, ആ വ്യത്യാസത്തിൽ നിന്നാണ് ഒരൊറ്റ വർഷത്തിനിടയിൽ CPIM-ന്റെ വോട്ട്, ഇടതുപക്ഷത്തിന്റെ വോട്ട് 66,600-ലേക്കും 99,000 വോട്ട് ലഭിച്ചിരുന്ന UDF-ന്റെ വോട്ട് 78,000-ലേക്കും കുറയുന്നത്. അപ്പൊ ആരുടെ നിലപാടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്? ആരുടെ വാദവും പിന്തുണയുമാണ് വോട്ടിൽ ശതമാനം നോക്കിയാൽ കുറഞ്ഞിട്ടുള്ളത്? 17,500 വോട്ട് BJP-ക്ക് ലഭിച്ചിരുന്നു, NDA മുന്നണിക്ക് ലഭിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിപ്പോ 8,500 വോട്ടായിട്ട് കുറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്ക്, ആരുടെ വോട്ടാ കൂടിയത്? നിങ്ങൾക്ക് സ്വീകാര്യമായ ചില വർഷങ്ങളും ചില തിരഞ്ഞെടുപ്പുകളും നിങ്ങൾ എടുത്തു പറയും. ശ്രീ VP മുസ്തഫ, ഞാൻ പഴയ കാര്യമല്ല ചോദിച്ചത്. നിങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ തോറ്റു എന്നതാണല്ലോ ചോദിക്കുന്നത്. ആ തോൽവിക്ക് ശേഷവും നിങ്ങൾ പറഞ്ഞ കാര്യം ജമാഅത്തെ ഇസ്ലാമി വർഗീയ കൂട്ടുകെട്ടിന്റെ വിജയം എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പഴയ കാര്യമേ അല്ല ഞാൻ ചോദിച്ചത്. അതുതന്നെയാണ് BJP-യും അപ്പുറത്ത് UDF വിജയത്തെ നോക്കിക്കൊണ്ടു പറഞ്ഞത്. 2006-ൽ 69,482 വോട്ട് ശ്രീരാമകൃഷ്ണന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എത്രയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്, സ്വരാജിന് കിട്ടിയത്? അപ്പോൾ 20 വർഷം കൊണ്ട് എന്ത് നിങ്ങൾ നേടി? 20 വർഷം കൊണ്ട് നിങ്ങൾക്ക് എത്ര ഒഴുകിപ്പോയി എന്നൊരു ചോദ്യമുണ്ട്. ഈ PV അൻവർ കൊണ്ടുവന്ന വോട്ട് PV അൻവർ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെങ്ങനെ തോറ്റു എന്നതാണല്ലോ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നിങ്ങൾ പറയുന്നു അല്ലേ? ഭരണവിരുദ്ധ വികാരമില്ല. നിങ്ങളുടെ വോട്ട് അടിസ്ഥാന വോട്ട് അവിടെ തന്നെ നിൽക്കുന്നു. അടിസ്ഥാന വോട്ട് കൊണ്ട് വിജയിക്കില്ലല്ലോ. നിഷ്പക്ഷമായി നിൽക്കുന്ന ബാക്കി വോട്ടുകൾ കൂടി ചേരുമ്പോഴാണല്ലോ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ജനം അംഗീകരിച്ചിട്ടില്ല, നിലമ്പൂരിലെ ജനത അംഗീകരിച്ചിട്ടില്ല എന്നുകൂടിയാണ് അതിൽ വരുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.